സന്ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ നമുക്കെടുക്കാവുന്ന ഏറ്റവും വലിയ തീരുമാനമാണ് പരിശുദ്ധാത്മാവെന്ന വ്യക്തിയെ സ്നേഹിക്കാൻ, പരിശുദ്ധാത്മാവെന്ന വ്യക്തി പറയുന്നത് കേൾക്കാൻ, പരിശുദ്ധാത്മാവ് പറയുന്ന കാര്യങ്ങളോടുള്ള നമ്മുടെ വിധേയത്വം. അതുണ്ടെങ്കിൽ എന്നും സമാധാനത്തിൽ ജീവിക്കാൻ പറ്റും. സ്വർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അടുത്ത നാളിൽ ഒരു പെൺകുട്ടി തൻ്റെ ജീവിതാനുഭവങ്ങളൊക്കെ പങ്കുവെച്ച് വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, നീ പ്രാർത്ഥിക്കാറുണ്ടോ? അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാറില്ല, കാരണം ഞാൻ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കത്തില്ല അച്ഛാ. കാരണം അതുപോലെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ദൈവത്തോടും ദൈവകാര്യങ്ങളോടും എതിർത്ത ഒരു വ്യക്തിയാണ്. ഈ പെൺകുട്ടിയുടെ അവസ്ഥ, മാതാപിതാക്കൾ പറഞ്ഞത് കേൾക്കാതെ ഇവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ്റെ കൂട്ടത്തിൽ ഇറങ്ങിപ്പോയി. അതിനുശേഷം കൂദാശ ജീവിതം നഷ്ടപ്പെട്ടു. ജീവിതം മൊത്തം ഒരു കണ്ണുനീരിൻ്റെ നടുവിൽ ഈ പെൺകുട്ടി പറഞ്ഞൊരു കാര്യം, ഞാൻ പ്രാർത്ഥിച്ചാൽ എൻ്റെ ദൈവം കേൾക്കത്തില്ല അച്ഛാ. അപ്പം ഇവളുടെ തലയ്ക്കകത്ത് ഇവൾ തന്നെ ചിന്തിച്ച് വെച്ചിരിക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിച്ച ദൈവം കേൾക്കത്തില്ല, കാരണം ഇങ്ങനെയൊക്കെ ജീവിതാവസ്ഥയിലാണല്ലോ ഞാൻ. അപ്പം അതുകൊണ്ട് ദൈവം കേൾക്കത്തില്ല. ഞാൻ ഇങ്ങനെ ഒരു സംഭവം നിങ്ങളുടെ മുമ്പിൽ പറയുമ്പോൾ ഒരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന ചുരുക്കം ചിലരുടെയെങ്കിലുമൊക്കെ മനസ്സിൽ, ഓൺലൈനിൽ പങ്കെടുക്കുന്ന ആരുടെയെങ്കിലുമൊക്കെ ഉള്ളിൽ, ദൈവത്തെ ഞാൻ വേദനിപ്പിച്ചു, ദൈവത്തിന് എന്നെ ഇഷ്ടമല്ല, ഞാൻ പ്രാർത്ഥിക്കുന്നൊന്നും ദൈവം കേൾക്കുന്നില്ല, ദൈവം കേൾക്കില്ല എന്നിങ്ങനെയൊക്കെ ചില ചിന്തകൾ നമ്മളോട് തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ടാവും. ഇതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണെന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതായത് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവ് ആരാണ്? ഒരു വ്യക്തിയാണ്. ഈ വ്യക്തിയെ വേദനിപ്പിക്കരുത്. പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രചോദനങ്ങളോട് നമ്മൾ മല്ലിടുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനങ്ങളെ നിർവീര്യമാക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ആ പെൺകുട്ടി പറഞ്ഞത്, ഞാനിപ്പോൾ പ്രാർത്ഥിക്കാറില്ല, കാരണം ഞാൻ പ്രാർത്ഥിച്ചാൽ എൻ്റെ ദൈവം കേൾക്കത്തില്ല, എൻ്റെ ജീവിതം നശിച്ചതാണ്, എൻ്റെ ജീവിതം തകർന്നതാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു ദൈവനിഷേധത്തിലേക്ക് നമ്മൾ കടക്കുന്നത്? പരിശുദ്ധാത്മാവിനെ കുറിച്ച് വ്യക്തമായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഓർമ്മപ്പെടുത്തുമ്പോൾ, പ്രത്യേകിച്ച് പൗലോസ്ലീഹ നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാവോ? ഒന്ന് ബൈബിൾ തുറന്നൊന്ന് വായിച്ചേ. വിശുദ്ധ പൗലോസ്ലീഹ എഫേസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 30-ാം തിരുവചനം. സെന്റ് പോൾസ് ലെറ്റർ ടു എഫേഷ്യൻസ് ചാപ്റ്റർ 4 വേഴ്സ് 30. എഫേസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 30-ാം തിരുവചനം. രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് വളരെ ശ്രദ്ധിച്ച് നിങ്ങളൊന്ന് മനസ്സിലാക്കണേ. ദൈവത്തിൻ്റെ ശക്തി എന്ന് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ പഠിക്കുകയും കൃത്യമായി പുതിയ നിയമ വഴികളിലൂടെ പോകുമ്പോൾ ഇത് വെറും ശക്തി മാത്രമല്ല, മറിച്ച് ഇതൊരു വ്യക്തിയാണെന്നുള്ള അവബോധത്തിലേക്ക് എത്തുമ്പോൾ, ഈ വ്യക്തിയെ വേദനിപ്പിക്കുന്ന പ്രവർത്തികൾ ചെയ്താൽ നമ്മുടെ ഉള്ളിൽ പിന്നീട് നമുക്കുള്ള സന്തോഷം മുഴുവൻ പോകും. നമ്മുടെ ജീവിതത്തിൽ പിന്നീട് നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തികളിലും നമുക്ക് സമാധാനം കിട്ടില്ല. അതുകൊണ്ട് പൗലോസ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. ഹല്ലേലൂയ,
ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇപ്പൊ നമ്മൾ പഠിക്കുന്ന 3 കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം, പരിശുദ്ധാത്മാവ് എന്ന വ്യക്തിയെ നീ വേദനിപ്പിക്കരുത്. പറഞ്ഞേ, പരിശുദ്ധാത്മാവിനെ നീ വേദനിപ്പിക്കരുത്. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു കൊടുത്തേ, പരിശുദ്ധാത്മാവിനെ നീ വേദനിപ്പിക്കരുത്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. ഹല്ലേലൂയ. വേദനിപ്പിച്ചാൽ സംഭവിക്കുന്ന കാര്യമാണ് ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞത്. നമ്മുടെ ഉള്ളില് പിന്നീട് ഒരു സ്വസ്ഥതയും കിട്ടില്ല, ഉറക്കം നഷ്ടപ്പെടും, ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും പരാജയമാണെന്ന് നമുക്ക് തന്നെ തോന്നും. പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. ഹല്ലേലൂയ. 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 കാരണം വചനം പറയാണ്, രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ, നിങ്ങളെ മുദ്ര ചെയ്തിട്ടുണ്ടെന്ന്. നിങ്ങളെ മുദ്ര ചെയ്തിട്ടുണ്ട്, മുദ്രിതരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. പൗലോസ്ലീഹ എഫേസുസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ ഇപ്പോൾ നമ്മൾ വായിച്ചതിൻ്റെ തൊട്ട് മുകളിലുള്ള ചില വചനങ്ങൾ 25 മുതലുള്ള വചനം വായിച്ചു കഴിഞ്ഞാൽ ഇതാ ഏതൊക്കെ കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്നത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഞാനത് വായിക്കാം, ശ്രദ്ധയോടെ നിങ്ങളൊന്ന് ശ്രവിക്കണം. ബൈബിൾ ഉള്ളവർ എൻ്റെ കൂടെ വായിക്കണം. പൗലോസ്ലീഹ എഫേസുസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 25 മുതൽ, സെന്റ് പോൾസ് ലെറ്റർ ടു എഫേഷ്യൻസ് ചാപ്റ്റർ 4 വേഴ്സ് 25 ഓൺവേഴ്സ്. അതിനാൽ വ്യാജം വെടിഞ്ഞ് എല്ലാവരും തങ്ങളുടെ അയൽക്കാരോട് സത്യം സംസാരിക്കണം, കാരണം നാം ഒരേ ശരീരത്തിന്റെ അവയവങ്ങളാണ്. കോപിക്കാം, എന്നാൽ പാപം ചെയ്യരുത്. നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടുപോകാതിരിക്കട്ടെ. സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. മോഷ്ടാവിനിമേൽ മോഷ്ടിക്കരുത്. അവൻ ഇല്ലാത്തവരുമായി പങ്കുവയ്ക്കുവാൻ എന്തെങ്കിലും സമ്പാദിക്കുന്നതിന് വേണ്ടി സ്വന്തം കൈകൾ കൊണ്ട് മാന്യമായ ജോലി ചെയ്യട്ടെ. നിങ്ങളുടെ അധരങ്ങൾ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ. കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്കുതകും വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുവിൻ. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. അപ്പൊ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് വിശുദ്ധ ഗ്രന്ഥം ആവർത്തിച്ച് പറയുന്നത് നമ്മുടെ സംസാരം. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ സൂക്ഷിക്കണം. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും, അതിനിപ്പോൾ എന്താ കുഴപ്പം, എല്ലാവരും ഒക്കെ ഇങ്ങനെയുള്ള തെറിയല്ലേ പറയുന്നത്, ഞാനും ഇത്രയും തെറിയല്ലേ പറഞ്ഞുള്ളൂ, അതിനിപ്പോൾ എന്താ കുഴപ്പം? കുഴപ്പമുണ്ടോ? ഉണ്ടെന്ന്. എന്താ കുഴപ്പം? തെറി പറഞ്ഞാൽ എന്താ കുഴപ്പം? ചീത്ത പറഞ്ഞാൽ എന്താ കുഴപ്പം? പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്നതാണെന്ന്. കള്ളം പറഞ്ഞാൽ കുഴപ്പമുണ്ടോ? എല്ലാവരും കാര്യം നടത്താൻ വേണ്ടി കള്ളം പറയുന്നു. ഞാനും കള്ളം പറഞ്ഞു, കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ട്. എന്താ കുഴപ്പം? കാര്യം നടത്താൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ പറയുന്നത്. പക്ഷേ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്നതാണ് നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന ഇത്തരത്തിലുള്ള സംസാരം. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കൈ കൊടുത്തോണ്ട് പറഞ്ഞ്, നിന്റെ സംസാരം ശ്രദ്ധിക്കണം. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. കേട്ടോ, വീട്ടിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ സംസാരം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ഒരു കൊച്ചു വാക്ക് മതി. നമുക്കൊക്കെ അറിയാം, നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ പറയുന്ന ഒരു കൊച്ചു വാക്ക് മതി, ഉള്ള സന്തോഷം മുഴുവൻ പോവും. അതാണ് ഈ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുമ്പോൾ സംഭവിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. രണ്ടാമതായിട്ട് പറയുന്നൊരു കാര്യം എന്താണെന്നറിയോ? ക്ഷമിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കോപിക്കാം, എന്നാൽ പാപം ചെയ്യരുത്. നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടുപോകാതിരിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പായിട്ട് സെറ്റിൽ ചെയ്തോണം. ഭാര്യ ഭർത്താക്കന്മാര് കേൾക്കുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. ഭാര്യയും ഭർത്താവും കൂടെ വഴക്കുണ്ടാക്കിയിട്ട് രാത്രി കിടക്കുന്നു, പരസ്പരം മിണ്ടുന്നില്ല. അവർ കിടക്കുമ്പോൾ ആരാണ് അവരുടെ കൂടെ വന്ന് കിടക്കുന്നത്? പറയൂ. പരസ്പരം മിണ്ടുന്നില്ല, അവർ തമ്മിൽ വഴക്കടിച്ച് ചീത്ത പറഞ്ഞ് കലഹിച്ചിട്ട് കിടക്കുന്നു. അപ്പോൾ ആര് അവരുടെ കൂടെ കിടക്കുന്നു? സാത്താൻ കൂടെയുണ്ട്. സൂക്ഷിച്ചോണം. സാത്താനെ രാത്രിയിൽ കൂടെ കിടത്തി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ജീവിതം അത്ര എളുപ്പമായിരിക്കില്ല. അതുകൊണ്ട് വചനം പറയാണ്, വഴക്കൊക്കെ ഉണ്ടാവും, ദേഷ്യം വരും, കോപം വരും, ചിലതൊക്കെ പറയും. പക്ഷേ വൈകുന്നേരത്തിന് മുമ്പ് സെറ്റിൽ ചെയ്തോണം.
രാത്രി കിടക്കുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും സെറ്റിൽ ചെയ്തോ. ഇത് ഭാര്യ ഭർത്താക്കന്മാർ മാത്രമല്ല, ഏത് ബന്ധത്തിലാണെങ്കിലും വളരെ ശ്രദ്ധിക്കണം. അത് വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ പിശാച് കയറിയിരുന്ന് ഇങ്ങനെ ഇരുന്ന് നമ്മളെ ഭരിക്കാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അടുത്തതായിട്ട് പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന മറ്റൊന്നാണ് അശുദ്ധമായ ജീവിതം. അശുദ്ധമായ ജീവിതം. പാപവഴികളെ കുറിച്ചൊക്കെ അറിയാം, പാപമാണെന്നറിയാം, എങ്കിലും അതിനൊക്കെ ഇപ്പം എന്താ കുഴപ്പം, അതിനൊക്കെ എന്താ കുഴപ്പം എന്നുള്ള ചിന്ത ഉള്ളിൽ കൊണ്ടു നടക്കുകയും ആ പാപവഴികൾ അത് സ്ഥിരമായി തുടരുകയും ചെയ്യുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന ഒന്നാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതോടൊപ്പം തന്നെ വചനം പഠിപ്പിക്കുന്ന മറ്റൊന്നാണ് അഹങ്കാരവും അസൂയയും. അഹങ്കാരവും അസൂയയും നല്ലതല്ല, പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്നതാണെന്ന് പറയണം. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, അഹങ്കാരവും അസൂയയും നല്ലതല്ല. അഹങ്കാരവും അസൂയയും അല്ലേ? എൻ്റെ വീട് ഞാൻ ഉണ്ടാക്കിയതാണ്, നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഇവിടെ നിന്നാൽ മതി. ഭർത്താവ് ഭാര്യയോട് പറയുക, ഒരു രമ്യത ചർച്ചയ്ക്ക് വേണ്ടി ഇരിക്കുക. രമ്യത ചർച്ചയ്ക്ക് വേണ്ടി ഇരിക്കുന്നു. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കലഹം തീർക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ ഭർത്താവ് എഴുന്നേറ്റ് നിന്ന്, ചർച്ച മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഭർത്താവ് എഴുന്നേറ്റ് നിന്ന് ഭാര്യയോട് പറഞ്ഞു, എടി ഇതെൻ്റെ വീട്, ഞാൻ ഉണ്ടാക്കിയ വീട്, നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഇവിടെ നിന്നാൽ മതി. ഞാൻ പറഞ്ഞു, ചേട്ടാ ഇരിക്കും, നമ്മൾ രമ്യത ചർച്ചയല്ലേ. അല്ലച്ചാ, ഇവളുണ്ടല്ലോ, ഇവളെന്നാ ചെയ്യേണ്ടത്? ഇതെൻ്റെ വീട്, ഞാൻ ഉണ്ടാക്കിയ വീട്. അതിനെന്താ പറയണ? അഹങ്കാരം. അഹങ്കാരം. സ്വന്തം ഭാര്യയല്ലേ, ആ ഭാര്യയോട് അങ്ങനെ പറയാവോ? മോശമല്ലേ? ഇതെൻ്റെ വീട്, ഞാൻ ഉണ്ടാക്കിയത്. അങ്ങനെ ഉണ്ടോ? ഇല്ലല്ലോ. കുടുംബം, ജീവിതം ഒന്നല്ലേ. ഈ ഭാര്യ എങ്ങോട്ട് പോവും? എന്താ ഉദ്ദേശിക്കണേ? അഹങ്കാരം നിറഞ്ഞ നമ്മുടെ ഞാൻ അങ്ങനെ പറയാൻ തുടങ്ങിയാൽ ഓർത്തോണം, പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്നൊരു പാപാണ്. അഹങ്കാരവും അസൂയയും നല്ലതല്ല. ശ്രദ്ധിപ്പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇത് മനസ്സിലാക്കിയ ആളാണ് നമ്മുടെ ദാവീദ്. ദാവീദ് രാജാവിന് മനസ്സിലായി, ദൈവമേ, ഇപ്പറഞ്ഞ പാപപ്രവർത്തികളിലൂടെ എൻ്റെ ഉള്ളിൽ വലിയ ഒരു ദുഃഖം സംഭവിക്കുന്നു. അതിനെക്കുറിച്ച് മനസ്സിലായത് കൊണ്ടാണ് സങ്കീർത്തനം 51 അതിൻ്റെ 11-ാമത്തെ തിരുവചനം, ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 51 വേഴ്സ് 11, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. 2 കരങ്ങളും അൾത്താരയിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് ഓരോരുത്തരും എൻ്റെ കൂടെ ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ, എടുത്തു കളയരുതേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കൈതാത്തിക്ക്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന പാപപ്രവർത്തികൾ, പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന നമ്മുടെ നിലപാടുകൾ, എന്ത് സംഭവിക്കും? പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ചാൽ ഉള്ളിലെ സമാധാനം കുറയും, പ്രാർത്ഥനയിൽ വരണ്ട അവസ്ഥകൾ തോന്നും, ആത്മീയമായിട്ടുള്ള ഉത്സാഹം ക്ഷയിക്കും, ദൈവത്തിൽ നിന്ന് അകന്നു പോയതായി അനുഭവപ്പെടും. പിടികിട്ടിയോ? ഈ പറഞ്ഞ കാര്യങ്ങൾ സംഭവിക്കും. ഇതൊക്കെ ഓരോരുത്തരും സ്വയം ചിന്തിക്കണം. പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല, ദൈവം എന്നിൽ നിന്ന് അകന്നുപോയി. ഞാൻ ആദ്യം പറഞ്ഞ പെൺകുട്ടിയുടെ അവസ്ഥ, ദൈവം എന്നിൽ നിന്ന് അകന്നുപോയി, ഞാൻ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, കാരണം എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കില്ല, എൻ്റെ ജീവിതം തകർന്നു പോയി, ഞാൻ നഷ്ടമാണ്, എൻ്റെ ജീവിതം ടോട്ടൽ ഫെയിലിയറാണ്, ഭയങ്കര ശൂന്യത അനുഭവപ്പെടുക. ഇതൊക്കെ എന്തിനാ പറയണമെന്നറിയോ? അങ്ങനെ ഏതെങ്കിലും മേഖലകളിലൂടെ ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ തിരിച്ചു പിടിച്ചോണം. ദാവീദ് രാജാവ് പ്രാർത്ഥിച്ചു, ദൈവമേ, എൻ്റെ ഉള്ളിൽ നിന്നും പരിശുദ്ധാത്മാവിനെ എടുത്തോണ്ട് പോവല്ലേ, നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ഞാൻ ഒന്നുമല്ലെന്ന്. ഇത് തിരിച്ചറിയാൻ, തിരിച്ചു പിടിക്കാനുള്ള സമയമാണ് ഈ ശുശ്രൂഷ സമയം. ഹല്ലേലൂയാ. പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. സാംസൺ എന്ത് സംഭവിച്ചു? സാംസൺ ശക്തനാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലെ ദ പവർഫുൾ പേഴ്സൺ, ന്യായാധിപന്മാരുടെ പുസ്തകം 15, 16 അധ്യായങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നതാണ്. നമുക്കറിയാം അത്രമേൽ ശക്തൻ. എന്നാൽ എന്ത് സംഭവിച്ചു? പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന കുഞ്ഞു കാര്യങ്ങളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ശക്തി വേറെ വഴിക്ക് പോയി, ശക്തി കുറഞ്ഞുപോയി, അറിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. പഴയ നിയമത്തിലെ സോളമൻ എന്ത് സംഭവിച്ചു? ദൈവം പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കാതെ തോന്നിയതുപോലെ ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ കോപം, അതായത് പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയിലേക്ക് പോയാൽ അത് വലിയ നഷ്ടമാണെന്ന് തിരിച്ചറിയണം. പലതകരം ഉയർത്തി ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ,
ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നിട്ട് എൻ്റെ കൂടെ ഇങ്ങനെ പറഞ്ഞ ഞാൻ 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 ഇനിമേൽ ഇനിമേൽ പരിശുദ്ധാത്മാവിനെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കില്ല. വേദനിപ്പിക്കില്ല. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ഞാൻ നിന്നെ ബഹുമാനിക്കുന്നു. പരിശുദ്ധാത്മാവേ ഞാൻ നിന്നെ ആദരിക്കുന്നു. പരിശുദ്ധാത്മാവേ ഞാൻ നിന്നെ അനുസരിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. കൈതാത്തിക്കേ. രണ്ടാമത്തെ കാര്യം, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയോട് ഇടപെടുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം വിശുദ്ധ പൗലോസ്ലീഹ പഠിപ്പിക്കുന്നത് 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 19-ാം തിരുവചനം 5:19. 1 Thessalonians chapter 5 verse 19. St. Paul's letter to Thessalonians. വായിക്കാം. ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. ഹല്ലേലൂയ ഹല്ലേലൂയ. നിർവീര്യമാക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ കെടുത്തിക്കളയരുത്. പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കരുത്, കെടുത്തിക്കളയരുത്. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിനെ പലപ്പോഴും നമ്മുടെ മുമ്പിൽ ഒരു പ്രതീക ചിഹ്നം പോലെ ഉപയോഗിക്കുന്ന തീയാണ്. തീ. അപ്പൊ തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ തീ നീ കെടുത്തിക്കളയരുത്, അണച്ചു കളയരുത് എന്നാണ് അർത്ഥം. പരിശുദ്ധാത്മാവിനെ നീ അണച്ചു കളയരുത്, പരിശുദ്ധാത്മാവിനെ കെടുത്തിക്കളയരുത്. നിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിനെ നീ നിർവീര്യമാക്കരുത്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു കൊടുത്തേ, പരിശുദ്ധാത്മാവിനെ നീ നിർവീര്യമാക്കരുത്. ഹല്ലേലൂയ. അതിൽ പ്രധാനമായിട്ട് എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ നമ്മൾ കെടുത്തിക്കളയുന്നത്, പരിശുദ്ധാത്മാവിനെ നമ്മൾ നിർവീര്യമാക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ചെറിയ ചെറിയ പാപങ്ങൾ ചെയ്ത്, വലിയ പാപമല്ല, കുഞ്ഞു 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 കാര്യങ്ങൾ. നമ്മൾ വിചാരിക്കും കുഴപ്പമില്ലല്ലോ കുഴപ്പമില്ലല്ലോ കുഴപ്പമില്ലല്ലോ, കുഴപ്പമുണ്ട്. കുഞ്ഞു 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 കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ചെറിയ 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 കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ പാപങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ കൊലപാതകം, വ്യഭിചാരം, മദ്യപാനം, അയ്യോ അതൊന്നും ഞാൻ ചെയ്യുന്നില്ല, ഞാൻ കൊള്ളാം, അങ്ങനെയല്ല. കുഞ്ഞു 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 കാര്യങ്ങൾ. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിശാച് വരുന്നത് നമ്മൾ ശ്രദ്ധിക്കാതെ കിടക്കുന്ന കാര്യത്തിലൂടെയാണ്, അല്ലേ? അതേന്ന് നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യത്തിൽ, ശ്രദ്ധിക്കാതെ നമ്മൾ അലസമായിട്ടിട്ടിരിക്കുന്ന കാര്യങ്ങളിലൂടെയാണ് പിശാച് വരുന്നത്. ഇപ്പോൾ ഒരു വീട്ടിൽ കള്ളൻ മോഷ്ടിക്കാൻ വരുന്നത് മുൻവശത്തെ വാതിലിലൂടെയാണോ പുറകുവശത്തെ വാതിലിലൂടെയാണോ? പറയൂ. ഏതെങ്കിലും കള്ളൻ കോളിംഗ് ബെല്ലടിച്ച് ഞാൻ ഈ വീട്ടിൽ വന്ന് കട്ടോട്ടെ എന്ന് ചോദിച്ചിട്ടാണ് കയറി വരുന്നത്? അല്ല. കള്ളൻ വരുന്നത് മിക്കവാറും നമ്മൾ ശ്രദ്ധിക്കാതെ കിടന്ന ചില സ്ഥലങ്ങളിലൂടെയാണ്. അടുക്കളയുടെ വാതിൽ അടച്ചില്ല, ഇപ്പുറത്തെ ടെറസിൻ്റെ സൈഡിലുള്ള വാതിൽ തുറന്നിട്ടു. അതായത് നമ്മൾ ശ്രദ്ധിക്കാതെ കിടന്നത്. രാത്രി കിടക്കുന്നതിന് മുമ്പ് നമ്മൾ ഓർക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നത് എന്നാണെന്നറിയാവോ? ആ മുൻവശത്തെ വാതിലടച്ചോ? ഇതല്ലേ ചോദിക്കുന്നത്? അതായത് നമ്മുടെ ചോദ്യം. രാത്രിയിൽ നമ്മുടെ പ്രധാനപ്പെട്ട കിടക്കുന്നതിന് മുമ്പുള്ള പലപ്പോഴും വാതിലടച്ചോ വാതിലടച്ചോ. ഏത് വാതിലാ? മുൻവശത്തെ വാതിൽ. നമ്മൾ ശ്രദ്ധിക്കാത്ത വഴിയിലൂടെയാണ് സാത്താൻ വരുന്നത്. അവൻ വരുന്നത് കുഞ്ഞു 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 കാര്യങ്ങളിലൂടെ കടന്നു വന്ന് നമ്മളെ ഭാരപ്പെടുത്തും. സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. നിന്റെ ഉള്ളിൽ കിട്ടിയ പരിശുദ്ധാത്മാവിനെ ഒരു കാരണവശാലും നീ നിർവീര്യമാക്കരുത്, അണച്ചു കളയരുത്. മറ്റൊന്നാണ് അലസത. സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയ ഹല്ലേലൂയ. ഉദാഹരണത്തിന് പ്രാർത്ഥിക്കാനുള്ള വലിയ ഒരു പ്രചോദനം കിട്ടി, വേണ്ടാന്ന് വെച്ചു. അലസത. ഇപ്പൊ വേണ്ട, പിന്നെ ആവാം, ഇപ്പൊ വേണ്ട. നമ്മുടെ ഉള്ളിലെ പരിശുദ്ധാത്മാവ് സംസാരിക്കുകയും അപ്പോൾ നമ്മൾ എന്ത് പറയും? ഇപ്പം വേണ്ട, ഇപ്പം ഇച്ചിരിയുടെ മൊബൈലിൽ നോക്കി, ഇച്ചിരി ഇൻസ്റ്റാഗ്രാം നോക്കി, ഇച്ചിരി ഫേസ്ബുക്കിൽ നോക്കി, ഒത്തിരി അല്ല, നമ്മളോട് തന്നെ ഉത്തരം കൊടുക്കാറുണ്ട്. എന്നാ ഒരു ഇച്ചിരി സമയം, ഇപ്പോൾ വരാം, ഇച്ചിരി സമയം. ഇച്ചിരി എന്നും പറഞ്ഞുകൊണ്ട് നോക്കാനിരുന്ന് കഴിഞ്ഞിട്ട് എഴുന്നേൽക്കുന്നത് 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്, അല്ലേ? അതാ അവസ്ഥ, അല്ലേ? നമുക്ക് ആഗ്രഹം ഇച്ചിരി, പക്ഷെ ഇച്ചിരി കൊണ്ട് പറ്റണില്ലല്ലോ. ഇച്ചിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. അലസത നല്ലതല്ല. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, അലസത നല്ലതല്ല. പറഞ്ഞു കൊടുത്തേ. ഹല്ലേലൂയ ഹല്ലേലൂയ. അതോടൊപ്പം തന്നെ ഉള്ളതാണ്, നമുക്ക് അനേക പ്രചോദനങ്ങൾ കിട്ടും. പരിശുദ്ധാത്മാവിൻ്റെ കുറേ പ്രചോദനങ്ങൾ കിട്ടും. ഇങ്ങനെ പ്രാർത്ഥിക്കണം, അങ്ങനെ പ്രാർത്ഥിക്കണം. അപ്പം നമ്മൾ വിചാരിക്കും അതൊന്നും വേണ്ട, പിന്നെ ഇതൊക്കെ പ്രാർത്ഥിച്ചിട്ടല്ലേ ഇപ്പോൾ സ്വർഗത്തിലോട്ട് ഇപ്പോൾ ഒന്നും പോകത്തില്ല. നമ്മൾ എന്നിട്ട് നമ്മളോട് തന്നെ ചില ഉത്തരങ്ങൾ കൊടുത്ത് നമ്മൾ വേണ്ടാന്ന് വെക്കും. വചനം പറയുന്ന എന്താണ്?
പരിശുദ്ധാത്മാവിനെ നീ കെടുത്തിക്കളയുന്ന, തീ കെടുത്തുന്നത് പോലെ തന്നെ കെടുത്തിക്കളയുന്ന ഒരു പ്രവൃത്തിയാണ് ഇത്തരത്തിൽ നീ എടുക്കുന്നത്. സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പരിശുദ്ധാത്മാവ് എന്ന വ്യക്തിയെ നീ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ കാര്യം, അപ്പസ്തോല പ്രവർത്തനം 7-ാം അധ്യായം 51-ാം തിരുവചനം. ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 7 വേഴ്സ് 51. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. ഈ പരിശുദ്ധാത്മാവിനോടുള്ള ബന്ധത്തെ എങ്ങനെ നിലനിർത്തണമെന്ന് നമ്മൾ ധ്യാനിക്കുന്നു. അപ്പോൾ അതിൽ മൂന്നാമത്തെ കാര്യം എന്താണ് എഴുതിയിരിക്കുന്നത്? വായിച്ചേ. മർക്കട മുഷ്ടിക്കാരെ, ഹൃദയത്തിലും കാതുകളിലും അപരിചിതരെ, നിങ്ങൾ എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുന്നു. പരിശുദ്ധാത്മാവിനോട് നിങ്ങൾ മല്ലടിക്കുന്നു. ആഹാ, പരിശുദ്ധാത്മാവിനോട് നിങ്ങൾ മല്ലടിക്കുന്നു. ശ്രദ്ധിച്ചോ, പരിശുദ്ധാത്മാവിനോട് വെറുതെ മല്ലടിക്കാൻ പോകരുത്, യുദ്ധം ചെയ്യാൻ പോകരുത്, നല്ലതല്ല. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു കൊടുത്തേ, പരിശുദ്ധാത്മാവിനോട് വെറുതെ മല്ലടിക്കാൻ പോകരുത്. പറഞ്ഞു കൊടുത്തേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അത് വളരെ പ്രധാനപ്പെട്ട. ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായം 17-ാം തിരുവചനം. സെന്റ് പോൾസ് ലെറ്റർ ടു ഗലേഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 17. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5:17. എന്തെന്നാൽ ജഡമോഹങ്ങൾ ആത്മാവിനെതിരാണ്, ആത്മാവിന്റെ അഭിലാഷങ്ങൾ ജഡത്തിനുമെതിരാണ്. അവ പരസ്പരം എതിർക്കുന്നത് നിമിത്തം ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നു. ഹല്ലേലൂയാ. വലതുകരം ഉയർത്തിപ്പിടിച്ച്, ഇത് പലർക്കും ഗുണം ചെയ്യുന്ന ഒരു വചനമാണ്. നന്നായിട്ട് വലതുകരം ഉയർത്തിപ്പിടിച്ചോ കേട്ടോ. ഒച്ചത്തിൽ പറഞ്ഞ്, എന്തെന്നാൽ ജഡമോഹങ്ങൾ ആത്മാവിന് എതിരാണ്, ആത്മാവിന്റെ അഭിലാഷങ്ങൾ ജഡത്തിനും എതിരാണ്. അവ പരസ്പരം എതിർക്കുന്നത് നിമിത്തം ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നു. ഹല്ലേലൂയാ. അപ്പൊ ശ്രദ്ധിച്ചോണേ, നമ്മുടെ ഉള്ളിൽ തന്നെ ഭയങ്കരമായ ഒരു കോൺഫ്ലിക്റ്റ് നടക്കുന്നു. നമ്മുടെ ഉള്ളിലെ ഒരു യുദ്ധം നടക്കുന്നു. യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. അധിക നാളായിട്ടില്ല ഇവിടെ ധ്യാനത്തിന് വന്ന ദിവസത്തിൽ ഒരു ഭാര്യയും ഭർത്താവും രണ്ടുപേരും വന്നിട്ടുണ്ട്. രണ്ടുപേരും ഇച്ചിരി അകൽച്ചയിലാണ്. രണ്ടുപേരും ഇപ്പോൾ 2 വീട്ടിലാണ് താമസിക്കുന്നത്. മഹാപ്രശ്നങ്ങളാണ്. അപ്പോൾ ഈ ധ്യാനത്തിൻ്റെ 2-ാം ദിവസം ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ഇവരെ എല്ലാവരും തന്നെ വ്യക്തിപരമായിട്ട് ധ്യാന ദിവസങ്ങൾ നമ്മൾ കാണും. അപ്പോൾ ഇവരെ കണ്ട് ഞാൻ പറഞ്ഞു രണ്ടുപേരും കൂടെ വരാൻ പറഞ്ഞു. അപ്പോൾ രണ്ടുപേരും കൂടെ വന്നു. അവർ പറഞ്ഞു, അച്ഛാ ഇങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ, അതുകൊണ്ട് ഇത് മുമ്പോട്ട് പോകുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഭർത്താവിനോട് പറഞ്ഞൊന്ന് പുറത്ത് നിൽക്കും, ഞാൻ ഈ ഭാര്യയോടൊന്ന് സംസാരിക്കട്ടെ. ഭാര്യയാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ സഹിച്ചിട്ടുള്ളത്. കാരണം അയാളുടെ ചില അത് ശരിയല്ലാത്ത ചില ബന്ധങ്ങളൊക്കെ ഭാര്യ കണ്ടുപിടിച്ചു. അതിനെ തുടർന്ന് യുദ്ധം തുടങ്ങി. ആ യുദ്ധമാണ് ഇന്ന് 2-ും 2ആയിട്ട് ജീവിക്കുന്നത്. അപ്പം ഞാൻ ഈ ഭാര്യയോട് ചോദിച്ചു, സഹോദരി ധ്യാനിക്കാൻ വന്നിരിക്കുമല്ലേ, നമുക്ക് ചില തീരുമാനങ്ങളൊക്കെ എടുക്കണ്ടേ? ഇങ്ങനെ പോയാൽ മതിയോ? ഒന്ന് ഭർത്താവിനോട് ക്ഷമിക്കണ്ടേ? നമ്മുടെ കുടുംബം അത് ഒരുമിച്ച് ജീവിക്കണ്ടേ? ആ കുഞ്ഞുങ്ങളൊക്കെ ഇല്ലേ? ഇങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ മോശമല്ലേ? നമ്മുടെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ കൃപ വേണ്ടേ? ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സ്ത്രീ എന്നോട് പറഞ്ഞ കാര്യം, അച്ഛാ കാര്യം ശരിയാ, ഞാനിവിടെ ധ്യാനിക്കാൻ വന്നപ്പോൾ തൊട്ട് എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പറയുന്നു ക്ഷമിക്കാൻ. പരിശുദ്ധാത്മാവ് പറയുന്നു ക്ഷമിക്കാൻ. പക്ഷേ അച്ഛാ എൻ്റെ മനസ്സിലുണ്ടല്ലോ, മറക്കാൻ പറ്റുന്നില്ല. ഉള്ളിൽ പരിശുദ്ധാത്മാവ് പറയുന്നു ക്ഷമിക്കാൻ, പക്ഷേ ക്ഷമിക്കാം ഇങ്ങനെ പറയുന്നു, പക്ഷെ മനസ്സിലുണ്ടല്ലോ ഭയങ്കരമായ അരിശവും ദേഷ്യവും കുറെ ഓർമ്മകളും. അപ്പൊ ഉള്ളിലാണ് ആ പ്രശ്നം. ഉള്ളിൽ ഇങ്ങനെ കോൺഫ്ലിക്റ്റ് നടന്നുകൊണ്ടിരിക്കുക, ഭയങ്കര പ്രശ്നം. ശ്രദ്ധിക്കേണ്ട കാര്യം, പരിശുദ്ധാത്മാവിനോട് നീ മല്ലിടാൻ പോകരുത്. നിന്റെ ഉള്ളില് പരിശുദ്ധാത്മാവ് പ്രചോദനം തരുമ്പോൾ അത് കേട്ടോണം. പരിശുദ്ധാത്മാവ് തരുന്ന പ്രചോദനങ്ങളോട് നിന്റെ ശരീരം കൊണ്ട് യുദ്ധം ചെയ്യാൻ പോകരുത്. ശ്രദ്ധ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇപ്പൊ വീട്ടില് കുടുംബ പ്രാർത്ഥനാ സമയം, പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചു. അപ്പോഴാണ് ഒരുത്തൻ പറഞ്ഞു, തുടങ്ങിക്കോ, ഞാനിപ്പോൾ വരാം. അപ്പുറത്തിരിക്കുന്ന അവള് പറഞ്ഞു, ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചാം, അമ്മ തുടങ്ങിക്കോ. പലതരത്തിലാണല്ലോ നമ്മുടെ വീട്ടിലെ പ്രാർത്ഥനകൾ. ഞാനിത് പറയുമ്പോൾ ഓരോരുത്തരുടെ വീട്ടിലെ കുടുംബ പ്രാർത്ഥനയുടെ സമയവും ആ രീതികളും മനസ്സിലൊന്ന് കാണുന്നത് നല്ലതാണ്.
കഴിഞ്ഞിടയ്ക്കൊരു അമ്മ പറഞ്ഞത്, അച്ഛാ എൻ്റെ ഈ മകനും മകളും എല്ലാ ദിവസവും ഇത് തന്നെയാണ് പരിപാടി. അവരവിടെ ഇരുന്ന് ഇവിടെ ഇരുന്നും ഒക്കെയാണ് പ്രാർത്ഥിക്കുന്നെന്ന് പറയുന്നത്. എന്നാൽ അന്ന് നന്മ നിറഞ്ഞ മറിയം ചെല്ലുമ്പോൾ മറുപടി പറയാൻ പോലും ഇല്ല. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ നേരത്തെ എല്ലാം കൂടി ഒരുമിച്ച് വരും. പ്രാർത്ഥിക്കുന്ന സമയത്ത് വരത്തില്ല. ഒന്നും കണ്ടില്ലെങ്കിൽ മകള് പറയും ഞാൻ ഇപ്പം കുളിക്കാൻ പോകാമെന്ന് പറഞ്ഞങ്ങോട്ട് പോകും. എന്നിട്ട് ഇതും കഴിഞ്ഞിട്ട് തിരിച്ചു വരും. ആ സമയത്ത്, ആ പ്രാർത്ഥനാ സമയത്താണ് കുളിയും ജപവും, പ്രാർത്ഥനാ സമയത്താണ് ഹോംവർക്ക്, പ്രാർത്ഥനാ സമയത്താണ് ഇന്ന കാര്യം. ഞാനപ്പോൾ ഈ പെൺകുട്ടിയോട് എനിക്ക് കിട്ടിയ സമയത്ത് ഞാൻ സംസാരിച്ചപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞ കാര്യം, അച്ഛാ അതെന്താണെന്ന് അറിഞ്ഞുകൂടാ, പ്രാർത്ഥനയുടെ സമയം വരുമ്പോൾ അത്ര നേരം കുഴപ്പമില്ല, അത് കഴിഞ്ഞിട്ട് രാത്രി അവൾ എത്ര രാത്രി വേണമെങ്കിലും ഇൻസ്റ്റാഗ്രാം കുത്തിക്കൊണ്ടിരുന്നുള്ളൂ, ഒരു ക്ഷീണവും ഇല്ല. പക്ഷേ ആ പ്രാർത്ഥനയുടെ സമയമാകുമ്പോൾ ഉണ്ടല്ലോ, എന്താണെന്ന് അറിഞ്ഞുകൂടാ അച്ഛാ, ശരീരത്തിന് ഒന്ന് കുളിക്കാനൊരാഗ്രഹം, ഒന്ന് മൊബൈൽ കണ്ടുകൊണ്ടിരിക്കാൻ ആഗ്രഹം, ഒന്ന് കിടക്കാനൊരാഗ്രഹം. അങ്ങനെ വരും. അതായത് നമ്മുടെ ഉള്ളിലേതാ ആഗ്രഹം? പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രചോദനം, പ്രാർത്ഥിക്കണം. പക്ഷെ ശരീരത്തിൻ്റെ ഇഷ്ടം ഏതാ? ശരീരത്തിൻ്റെ ഇഷ്ടം വേറെ പലതുമാണ്. അപ്പം ഈ യുദ്ധം നമ്മുടെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കും. ശ്രദ്ധിക്കണം, പരിശുദ്ധാത്മാവിനോട് മല്ലിടാൻ പോകരുത്. പ്രാർത്ഥിക്കാൻ കിട്ടുന്ന സാഹചര്യങ്ങൾ ഉപയോഗിച്ചോളണം. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, പരിശുദ്ധാത്മാവ് പറയുകയാണ് പ്രാർത്ഥിക്കാൻ കിട്ടുന്ന സാഹചര്യങ്ങൾ ഉപയോഗിച്ചോണം കേട്ടോ, ഉപയോഗിച്ചോണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ ശ്രദ്ധിച്ചോണം കേട്ടോ. ഞാൻ മറ്റൊരു അവസരത്തിൽ ഒരു വ്യക്തി, ആ വ്യക്തിയോട് ചേർന്നൊരു ഫാമിലി ഇഷ്യൂസാണ്. അപ്പം ഈ വ്യക്തി ഇവിടെ ഞാൻ പറഞ്ഞ്, സഹോദര ഉള്ള സത്യം തുറന്നു പറ. അപ്പം അയാൾ എന്നോട് പറഞ്ഞു, അച്ഛാ തുറന്നു പറയണമെന്നാണ് എൻ്റെ ഉള്ളിൽ ആഗ്രഹം, പക്ഷേ എൻ്റെ മനസ്സിൽ ഭയങ്കര ഭയം. ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവരുടെയൊക്കെ മുഖത്ത് എങ്ങനെ നോക്കും? അപ്പോൾ ഭയം ഒരു വശത്ത്, തുറന്നു പറയാൻ ഒരു പ്രേരണ മറുവശത്ത്. കോൺഫ്ലിക്റ്റ്, ഉള്ളിൽ കോൺഫ്ലിക്റ്റ്. പരിശുദ്ധാത്മാവ് എന്താ പറയുന്നത്? തുറന്നു പറയാൻ. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിച്ചേ, നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രേരണകളെ നമ്മൾ എതിർത്താൽ അത് പരിശുദ്ധാത്മാവിനോട് മല്ലിടുന്നതാണ്. പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രേരണകളെ, സ്പിരിച്വൽ ഇൻസ്പിറേഷൻസ് നമ്മൾ അവഗണിക്കരുത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഏതൊരു കാര്യവും നിങ്ങൾ ശ്രദ്ധിച്ചോ, ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ വിജയിക്കണോ, പരിശുദ്ധാത്മാവെന്ന് പറയുന്ന വ്യക്തിയെ കൂട്ടിന് പിടിക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. ഹല്ലേലൂയാ. പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്, പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കരുത്, പരിശുദ്ധാത്മാവിനോട് മല്ലിടരുത്. മൂന്ന് കാര്യങ്ങൾ ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ ഓരോരുത്തരും വ്യക്തിപരമായിട്ട് സ്വീകരിക്കേണ്ട കാര്യം, പരിശുദ്ധാത്മാവിനോട് ഞാൻ ഇനി മല്ലിടാൻ പോവുകയില്ല. പരിശുദ്ധാത്മാവ് പറയുന്നത് ഞാൻ അനുസരിക്കും. പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കുന്ന പ്രവർത്തികളിൽ ഞാൻ ഏർപ്പെടുകയില്ല. പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് എൻ്റെ ജീവിതം പോവുകയില്ല. ഹല്ലേലൂയാ. പരിശുദ്ധാത്മാവിനെ അനുസരിക്കാനും സ്നേഹിക്കാനുമുള്ള വലിയ തീരുമാനം, ഇതൊരു തീരുമാനമാണ്. ഇന്നത്തെ ശുശ്രൂഷ അവസരത്തിൽ നമ്മൾ എടുക്കുന്ന തീരുമാനമാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കാനും ആദരിക്കുവാനും അംഗീകരിക്കുവാനും അനുസരിക്കുവാനുമുള്ള തീരുമാനം. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചേ. ഈ പറഞ്ഞ പല കാര്യങ്ങളും കേട്ടുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഉള്ളിൽ പലതരത്തിലുള്ള ചിന്തകൾ, ആലോചനകളൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട്. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന ഏതെങ്കിലുമൊക്കെ പ്രവർത്തികളിലേക്ക് നമ്മൾ പോയിട്ടുണ്ടോ? നമ്മുടെ സംസാരം കൊണ്ട്, ശരീരത്തിൻ്റെ അശുദ്ധി കൊണ്ട് പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന തരത്തിൽ പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രചോദനങ്ങൾ സ്വീകരിക്കാതെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഈ സമയത്ത് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കിയിട്ടുണ്ടോ? തീ കെടുത്തി കളയുന്നത് പോലെ നിന്റെ ഉള്ളിൽ പലതരത്തിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനങ്ങൾ കിട്ടിയപ്പോൾ അതെല്ലാം നീ തള്ളിക്കളഞ്ഞിട്ടുണ്ടോ? ഒരു നിമിഷം ചിന്തിക്കണം. പ്രത്യേകിച്ച് ചില തീരുമാനങ്ങൾ എടുത്തപ്പോൾ നാട്ടുകാരങ്ങനെ പറഞ്ഞു, കൂട്ടുകാരിങ്ങനെ പറഞ്ഞു, വീട്ടുകാരിങ്ങനെ പറഞ്ഞു എന്നിങ്ങനെ മറ്റുള്ളവരെ പ്ലീസ് ചെയ്യുന്നതിന് വേണ്ടി സത്യം തുറന്നു പറയാതെ, ഉള്ളിൻ്റെ ഉള്ളിൽ നന്മ പറയാതെ പലപ്പോഴും മറ്റുള്ളവരെ ഓർത്തുകൊണ്ട് നീ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടോ? അത് പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കുന്ന ഒന്നല്ലേ. പരിശുദ്ധാത്മാവിനോട് മല്ലിടാൻ പോകരുത്. പരിശുദ്ധാത്മാവ് ഉള്ളിൽ പ്രവർത്തിക്കുമ്പോൾ ആ കാര്യങ്ങൾ അനുസരിക്കുക. അതാണ് ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ച. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാവ് ഓരോരുത്തരോട് സംസാരിക്കുന്ന സമയത്ത് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയാ.
സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. ഓ ദൈവമേ, ഈ ശുശ്രൂഷ അവസരത്തിൽ ഞങ്ങളിതാ പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കാൻ, പരിശുദ്ധാത്മാവിനെ അനുസരിക്കാൻ, പരിശുദ്ധാത്മാവ് പറയുന്ന കാര്യങ്ങളോട് ചേർന്നിരിക്കാനുള്ള വലിയൊരു തീരുമാനം കർത്താവെ ഞങ്ങളിതാ സ്വീകരിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ഞങ്ങൾ പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കിയ, പരിശുദ്ധാത്മാവിനോട് മല്ലിട്ട, പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ച ഓരോ അനുഭവങ്ങളെയും ഈ അൾത്താരിൽ സമർപ്പിച്ച് വലിയ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.